ശ്രീ പത്മനാഭൻ, ഇന്ന് വളരെ അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. കാരണം ചെങ്കോട്ടയിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കപ്പെടുന്നു. അത് നമ്മൾ രാവിലെ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം ഒരു മുഖ്യമന്ത്രിക്ക് വന്ദേമാതരം ചെല്ലാൻ ഭയമാണ്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും വന്ദേമാതരം ആലപിക്കപ്പെടുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? ഇതിനൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടി 1937 ഇതിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം മാത്രം ചെല്ലിയാൽ മതി എന്നൊരു തീരുമാനമെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനുശേഷം 1950 വന്ദേമാതര ഗാനം ആ ഗീതത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവ് വന്ദേ മാതരം ആലപിക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും ആലപിക്കണം എന്ന് എവിടെയും നിർബന്ധം പറഞ്ഞിട്ടില്ല. ആലപിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും ആലപിക്കണം. ഒന്ന്. രണ്ട്, ഇപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. അപ്പോൾ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് അത് നമ്മളെ ഒരു രാജ്യത്ത് ഒരു കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗാനത്തിന് മുമ്പായി ദേശീയ ഗീതം ആലപിക്കണം എന്ന ഒരു സങ്കല്പമുണ്ട്. ഇനി അത് ആലപിക്കണ്ട എന്നാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം പൂർണ്ണമായിട്ടും എടുക്കുന്ന ആ വ്യക്തികളുടെ, അല്ലെങ്കിൽ ആ പ്രാദേശിക ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആരാ എടുക്കുന്നെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർക്ക് എടുക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇത് പകുതി പാടി പകുതി പാടാതെ ഒരവസ്ഥ സൃഷ്ടിക്കരുത്. ഇന്നിപ്പോൾ വിവാദമുണ്ടാവാനുള്ള ഒരു കാരണം, നമ്മുടെ കോൺഗ്രസിൻ്റെ AICC ഓഫീസിൽ, അതായത് അവരുടെ കേന്ദ്ര ഓഫീസിൽ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായി ഈ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം വന്ദേ മാതരം ആലപിക്കുന്നു. കോൺഗ്രസ് പണ്ട് മുതലേ വന്ദേ മാതരം ആലപിക്കാറുണ്ട്. പക്ഷേ ഈ പണ്ട് മുതലേ അവർ ആലപിക്കുന്നത് ആദ്യത്തെ രണ്ട് ഭാഗം മാത്രമാണ് ആലപിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിയമം മാറിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. ഇതിനെ അപമാനിക്കരുത് എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഇത് ആലപിക്കുകയാണെങ്കിൽ ഇത് മുഴുവനായിട്ടും ആലപിക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ വെച്ച് വന്ദേ മാതരം ആലപിച്ചുകൊണ്ടിരിക്കെ അത് ഒരു 2 സ്റ്റാൻസ കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്ന സമയത്ത് അതിൽ കോൺഗ്രസിൻ്റെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷ സോണിയാഗാന്ധി അതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നതായി അവരുടെ ശരീരഭാഷയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ, അതിൽ അതൃപ്തി അറിയിക്കുന്നതായി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നത്തെ അവരുടെ ശരീരഭാഷയിൽ നിന്നും. പിന്നെ അതിനുശേഷം അതൊരു വിവാദമായി അല്ലെങ്കിൽ വിവാദമാവും എന്ന് കണ്ടപ്പോൾ അത് വന്ദേ മാതരം തുടർന്ന് പാടുന്നതിൽ അതൃപ്തിയല്ല, അത് മല്ലികാർജുൻ ഖാർഗെക്ക് കസാര കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നൊക്കെ ന്യായമൊക്കെ അവർ പറയുന്നുണ്ട്. ഇതാണ് ഇന്നിപ്പോൾ ഇത് വിവാദമാവാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി സ്ഥാനം ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത്, കർണാടകയിൽ ഇന്ന് വന്ദേ മാതരം സ്വാതന്ത്ര്യ ദിന പരിപാടികളുടെ ഭാഗമായി ബാംഗ്ലൂരിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി DK ശിവകുമാർ പങ്കെടുത്ത പരിപാടിയിൽ പൂർണ്ണമായും ആലപിച്ചു. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്, അവിടെ സുഖ്വീന്ദർ സിംഗ് സുഖിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അവിടെയും ഇത് പൂർണ്ണമായി ആലപിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് തെലങ്കാനയിലും ആലപിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഈ നിയമത്തെ എതിർത്തിരുന്ന ജാർഖണ്ഡിലെ നമ്മുടെ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്, അതുപോലെ തന്നെ ഒമർ അബ്ദുള്ള നേതൃത്വത്തിലുള്ള കാശ്മീരിലെ ഗവൺമെൻറ്, ഈ സ്ഥലങ്ങളിലെല്ലാം ഇത് ആലപിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇത് ആലപിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിൽ കോൺഗ്രസിന് മന്ത്രിമാരുണ്ട്, ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന് മന്ത്രിമാരുണ്ട്,
മറ്റ് 3 സ്ഥലത്തും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണ് ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം DK ശിവകുമാർ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഇത് പൂർണ്ണമായിട്ടും ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നയം എന്താ എന്നുള്ളത് വ്യക്തമല്ല. അവർ പറയുന്നു 37 കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം ഞങ്ങൾ ആദ്യത്തെ 2 ഭാഗം മാത്രമേ ആലപിക്കുള്ളൂ എന്നുള്ളൂ. പക്ഷേ അത് മാറിയല്ലോ, ആ സാഹചര്യം മാറിയല്ലോ. ആ മാറിയ സാഹചര്യത്തിൽ ഇത് മുഴുവനായി ആലപിക്കണം എന്നുള്ളതാണ് നിലവിലുള്ള നിയമം. നിങ്ങൾ ആലപിക്കുകയാണെങ്കിൽ മുഴുവനായി ആലപിക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി അവർ ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും പല നിലപാടാണ് എടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ഈ UDF സർക്കാർ. മുസ്ലിം ലീഗ് ഈ വന്ദേ മാതര ഗാനത്തിന് അവരെതിരാണ്. അവർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്കിത് തീരെ പാടുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇത് ആലപിക്കാതിരിക്കുന്നത്. മാത്രവുമല്ല AICC ഓഫീസിൽ നടന്നതാണ് വളരെ എന്താ പറയുക, മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ നാടകീയ സംഭവങ്ങൾ എന്നാണ്. ഇതൊക്കെ വളരെ നിലവാരം കുറഞ്ഞ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത സംഗതിയാണ്. ഇത് നമ്മൾ ഒരു രാജ്യത്ത് ഒരു പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമമായിരിക്കാം, ഇഷ്ടമില്ലാത്ത നിയമമായിരിക്കാം. പക്ഷേ ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രത്യേകിച്ചും നമ്മളെ മാനബിന്ദുക്കളായ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം ഇതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ UPA സർക്കാർ അവിടെ ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആളുകളുമൊക്കെ പ്രവർത്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.